അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പാണ്. നമ്മൾ പോകുന്നത് പോണ്ടിച്ചേരി മഹാബലിപുരം സൈഡിലേക്കാണ്. കസ്റ്റമേഴ്സ് ഓൾറെഡി ചെന്നൈ സെൻറ്ററിലെത്തി. ഞങ്ങൾ കുറച്ച് ലേറ്റായി. നല്ല മഴയൊക്കെയാണ്, നല്ല ക്ലൈമറ്റാണ്. പോണ്ടിച്ചേരിയിലും സൈക്ലോൺ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഡാനിയിൽ രാവിലെ തന്നെ അല്ല, ഒരു 8 മണിയായപ്പോൾ ഡാനിയിൽ കൊണ്ടാക്കി. ഇപ്പോൾ ഞങ്ങൾ നുങ്കമ്പാക്ക റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി അടുത്ത ലോക്കൽ ട്രെയിൻ കയറി ഞങ്ങൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ആലുവിനോടെ ഉണ്ട്. അപ്പോൾ ആ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ട്രെയിനിൽ കയറി ഒരു 2 സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നൈ പാർക്കിലെത്തും. പാർക്കിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് സെൻറ്ററിലെത്തും. അപ്പോൾ അവിടെ അവരുടെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കാണ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ പാർക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. ആൽവിനും ഞാനും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റീസെൻ്റ്ലി നവീകരിച്ച സ്റ്റേഷനാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ മദ്രാസ് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ സെൻറ്ററിലേക്ക് നടക്കും. ഒരു ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. ഇത് ബുക്കിംഗ് ഓഫീസ് കാര്യങ്ങൾ. ഇവിടെ 2 സ്റ്റേഷൻ വരുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചൊക്കെ മാറിക്കഴിഞ്ഞാൽ പാർക്ക് ടൗണും വരുന്നുണ്ട്, പാർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇത് പാർക്ക് സ്റ്റേഷൻ, അത് പാർക്ക് ടൗൺ സ്റ്റേഷൻ. പാർക്ക് ടൗണിൽ നിന്നാണ് നമ്മുടെ MRTS വരില്ലേ, അതായത് മുകളിൽ കൂടെ പോകുന്ന, അതായത് സബർബൻ ട്രെയിൻസിൻ്റെ ബ്രിഡ്ജിൽ കൂടെ പോകുന്ന ട്രെയിൻസ് വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ പോകുന്ന ട്രെയിൻസാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ ചെന്നൈയുടെ ഏറ്റവും മുഖമുദ്രയായ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒടുക്കത്ത മഴ, ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ വണ്ടിയുടെ അകത്ത് കയറി. അപ്പോൾ അവർ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ അടുത്തുള്ള ഒരു ശിവസാഗർ റെസ്റ്റോറൻറ്റ് എന്ന് പറയും, പ്യൂർ വെജ് റെസ്റ്റോറൻ്റാണ്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മളിപ്പോൾ ശിവസാഗർ റെസ്റ്റോറൻറ്റിലാണ്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സർവീസാണ്. അപ്പോൾ ചെന്നൈയിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ മലയാളീസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ മിനി ടിഫിനാണ് കഴിച്ചത്. എങ്ങനെയുണ്ടായി ഫുഡ്? നല്ല ഫുഡ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചേട്ടൻ, സർവീസ് ചെയ്യുന്ന ചേട്ടൻ. ചേച്ചി അപ്പോൾ ഗൈസ് നമ്മൾ പോണ്ടിച്ചേരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു 57 കിലോമീറ്റേഴ്സ് മോർ. മഴ പെയ്യുന്നുണ്ട്, അറിയില്ല അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് ഡിലേ ആണ്, കുറച്ചല്ല നല്ല ഡിലേ ആണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെന്നിട്ട് ലഞ്ച് കഴിക്കുന്നു. പിന്നെ നമ്മൾ റിസോർട്ടിൽ പോകുന്നു. റിസോർട്ടിൽ നിന്ന് നമ്മൾ പിന്നെ ഓറോവില്ലിൽ പോകുന്നു. ഓറോവില്ലെല്ലാം കാണിച്ച് ഇന്നത്തെ റോക്ക് ബീച്ചും അതോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിപ്പിക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് നേരെ ഓറോവില്ല് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. നമ്മൾ കറക്റ്റ് സൈക്ലോണിൻ്റെ ടൈമിലാണ് അവിടേക്ക് വന്നത്. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ലേറ്റായി. നമുക്കറിയില്ല അവിടെ ചെന്നിട്ട് ഓറോവില്ല് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിസോർട്ടിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ആൾക്കാരെല്ലാവരും ഫ്രഷായി. അപ്പം നമ്മൾ അവരെയും കൂട്ടിയിട്ട് നേരെ ഓറോവില്ലേക്ക് പോകണം. അപ്പോൾ ഓറോവില്ലിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓറോവില്ലിൽ എത്തിയിരിക്കുന്നു. ഭാഗ്യത്തിന് നമ്മൾ അകത്തോട്ട് കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ എല്ലാവരും വരണവർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് നോർമലി നമ്മൾ നടന്നാണ് നമ്മൾ മന്ത്രി കാണാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ നമുക്ക് ബസ് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ കാര്യം, അത്രയ്ക്ക് മഴയാണ്. നമുക്കവർ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് പോകുമ്പോൾ കാര്യം ഇവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ വാക്കുണ്ട്. ആ വാക്കിന് പകരം ഞങ്ങൾ ബസ്സിന് പോവുകയാണ്. ഗ്രൂപ്പ് എല്ലാവരും ചേർന്ന് ആയി പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ ഗ്ലോബ്. അപ്പോൾ നമ്മൾ ഈ വഴി അങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടെ കുറേ മെയിൻ്റനൻസ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളി പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിയുമ്പോഴേക്കും സെറ്റാവും മൊത്തത്തിൽ. പക്ഷേ മഴയൊക്കെ പെയ്തായിരുന്നുകൊണ്ട് നല്ല പച്ചപ്പാണ്. നമ്മളിങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി
ഞങ്ങൾ ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്, ഞാനും ആൽവിൻ ഫുള്ള് നനഞ്ഞ് ഏറ്റവും സെറ്റ്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് പറയുന്നത്, യാത്രയൊക്കെ അടിപൊളിയായിരുന്നു ഇവിടെ വരെത്തണ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ സൈക്ലോൺ സൈക്ലോൺ ചെന്നൈക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആ ഒരു ഇത് കുറഞ്ഞു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നാളെ ഇവിടെ നിന്ന് ഞങ്ങൾ മഹാബലിപുരം പോകുന്നുണ്ട്. അപ്പോൾ മിക്കവാറും മഹാബലിപുരത്ത് ഞങ്ങൾക്ക് സൈക്ലോൺ കിട്ടും. ഇതൊക്കെയാണ് അവസ്ഥ. ഇത് ആക്ച്വലി ഒരു സൈക്ലോൺ ടൂറിസമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇനി ഓറോവിൽ മത്രി മന്ദിർ നമ്മൾക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും. ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് നമ്മളിടാം. അപ്പോൾ നമ്മൾ മത്രി മന്ദിർ വ്യൂ പോയിൻറ്റിലെത്തി. സോ ഇതാണ് ഓറോവിൽ മത്രി മന്ദിർ, അതായത് ഗോൾഡൻ ഗ്ലോബ് എന്നൊക്കെ പറയും. അപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി അവർ നമ്മുടെ പല പല രാജ്യത്തിലുള്ള ആൾക്കാർ സ്ഥാപിച്ചൊരു സ്ഥലമാണ്. ഇവിടെയും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഗ്ലോബിൻ്റെ അകത്തേക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സെപ്പറേറ്റ് സംഭവങ്ങളാണ്. അത് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് പെർമിഷൻ കിട്ടേണ്ടത്. കാര്യങ്ങളെല്ലാം നമ്മൾ വഴിയെ വീഡിയോസിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെയാണ്. ആൽവിൻ എങ്ങനെയുണ്ട് ഗ്ലോബ്? സൂപ്പർ, അടിപൊളി. ഇപ്പോൾ ഇവിടെ മഴയായിട്ടും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് നടന്നു വരുന്നുള്ളൂ. നല്ല മഴ. എന്താ ചെയ്യാ, പെട്ട് ഗൈസ്. സൈക്ലോൺ ടൂറിസം നടന്നുകൊണ്ടിരിക്കുന്നു. ചാപ്റ്റർ 3 ഏത് സമയം എന്ത് സംഭവിക്കാം. അപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ് കണ്ട് നമ്മൾ ബസ്സിൽ തിരിച്ചെത്തിയിട്ടാണ്. ഇവർ പ്രോപ്പർ പോയിന്റിൽ കൊണ്ടാക്കി. ഇനി ഇവിടെ വാഷ്റൂമൊക്കെ പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് അടുത്തവിടെ ബസ്ലിക്ക പള്ളിയല്ലേ, ബസ്ലിക്ക പോവും. പിന്നെ റോക്ക് ബീച്ച് അവിടെയൊക്കെ പോയി. മഴയാണ്, ഭയങ്കര മഴയാണ്. ഇതാണ് സേക്രഡ് ഹാർട്ട് ബസിലിക്ക ചർച്ച്, പോണ്ടിച്ചേരി. ഒരു ഗോത്തിക് ആർക്കിടെക്ചറിലൊക്കെ പണിത ഒരു പള്ളിയാണ്. നമ്മുടെ പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷന് തൊട്ട് എതിർവശമാണ്. ഇതിൻ്റെ ആർക്കിടെക്ചറൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എന്നാലും ഒരു ഗോത്തിക് ആർക്കിടെക്ചർ എന്നാണ് പറയണേ. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണിത ഒരു പള്ളിയാണ്. ഇവിടുത്തെ പോണ്ടിച്ചേരിയിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ബസിലിക്ക പള്ളിയൊക്കെ കണ്ട് ഫ്രഞ്ച് കോളനി കാണാൻ വന്നേക്കാം കേട്ടോ. ഇപ്പം സമയം ഭയങ്കര ലേറ്റായി, 7:30. മഴ നിന്നിട്ടുമില്ല, ഭയങ്കര മഴയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം കോപ്സൊക്കെ മറ്റേ ബീച്ചിലോട്ടുള്ള എൻട്രൻസൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാം. മറ്റേ ന്യൂനമർദ്ദം പറഞ്ഞില്ലേ, സൈക്ലോണും പ്രശ്നങ്ങളും ഫുള്ള് മഴ ആയതുകൊണ്ട് അത് മൊത്തം ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ചുമ്മാ ഞങ്ങൾ ഫ്രഞ്ച് കോളനി ഇതൊക്കെ കണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. മഴ നിന്നിട്ടില്ല കേട്ടോ, കണ്ട ഇപ്പോഴും ഫുള്ള് നനഞ്ഞിരിക്കണം. ഇതാണ് വിനായകർ ടെമ്പിൾ. നമ്മുടെ പോണ്ടിച്ചേരിയിലെ ഏറ്റവും ഫേമസ് ടെമ്പിളാണ്. നമുക്ക് ക്യാമറ അകത്ത് അലൗഡ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ വിഷ്വൽസ് എടുക്കാത്തത്. നമ്മളിതിൻ്റെ കൂടെ ഫോട്ടോസ് പിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. നമ്മൾ പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് വരുന്നത് നമ്മുടെ ഭാരതി പാർക്കിൻ്റെ അവിടെ നിന്ന് ഒരു 200-300 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അരുൾമിகு വിനായകർ ടെമ്പിൾ. ഇതിൻ്റെ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ കാണുന്നത്. ഇപ്പോൾ മഴ പെയ്തിട്ട് ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോയിൽ ക്ലാരിറ്റി വരാത്തത്. അപ്പോൾ ആൾക്കാർ വരുന്ന സമയത്ത് ഡു വിസിറ്റ് ദിസ് പ്ലേസ്. ഇറ്റ്സ് ലൈക്ക് നല്ല റിലീജിയസ് സ്പോട്ടാണ്. അതേപോലെ തന്നെ ഒരുപാട് പെയിൻറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്തെങ്കിലും നമുക്ക് നേർച്ചയോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് മേടിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ് പ്ലീസ് വിസിറ്റ് ദിസ് പ്ലേസ്. നമ്മളിവിടെ ഷോപ്പിങ്ങിന് വന്നേക്കാം. നമ്മൾ വൈകിട്ട് നമ്മൾ മറ്റേ ഫ്രഞ്ച് കോളനിയൊക്കെ കണ്ടു. ഇപ്പം ഷോപ്പിങ്ങിന് വന്നേക്കാം.
ഇത് ഏത് സ്ട്രീറ്റ്? ജവഹർലാൽ നെഹ്റു സ്ട്രീറ്റാന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഷോപ്പിംഗ് നടക്കാം. നമ്മളൊന്നും വാങ്ങുന്നില്ല, നമ്മളിൽ പൈസ ഇല്ലല്ലോ. കൂടെ വന്ന ടീച്ചേഴ്സിൻ്റെ പാക്കേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം അവരെ ഷോപ്പിങ്ങിന് വിട്ടേക്കാം. അപ്പോൾ അവർ എവിടെയൊക്കെ ഉണ്ട്, ഓരോ കടയിൽ ഓരോരുത്തരായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. നമ്മൾ മറ്റേ വണ്ടി ഇട്ട് കൊടുത്തൊന്ന് ഇച്ചിരി നടന്നായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു അമ്പലം കണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞോ, ഡിയോൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അമ്പലം കയറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഷോപ്പിങ്ങിന് വന്നേക്കണം. ഇത് കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ ഇങ്ങോട്ട് വിളിക്കും. അത് ഇവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് റിസോർട്ടിലോട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓഡിയോ ഭയങ്കര ശോകമാണ്. അത് വേറെ നല്ല മഴയാണ്. പിന്നെ അവിടെ ഇവിടെയും വെള്ളം കുത്തി വീഴുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായി നല്ല രീതിയിൽ മറ്റേ വെള്ളം കുത്തി വീഴുന്നതിൻ്റെ സൗണ്ട് ഉണ്ടെന്ന്. പിന്നെ നമ്മൾ മൈക്ക് സെറ്റ് ചെയ്തിട്ടില്ല, അത് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കരമായിട്ട് എടുത്ത് വരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. ഒരു മൈക്ക് എന്നായാലും വാങ്ങണം. അപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിസോർട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായി. ഇതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നിന്നായിരുന്നു. പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആകെ ടയർഡായപ്പോൾ അവസാനമായപ്പോൾ ആകെ മൊത്തം ശോകമായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് ചപ്പാത്തി ഉണ്ടായി, പൊറോട്ട, പിന്നെ വെജിൽ മറ്റേ പനീർ ബട്ടർ മസാല, അതൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് നൈസായിരുന്നേ. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതിനുള്ള ആരോഗ്യം ഉണ്ടായില്ല, അതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല. പിന്നെ അതിനുശേഷം റിസോർട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി സെറ്റായി. റിസോർട്ട് കിടിലം പ്രോപ്പർട്ടിയാണ്. അത് ഇപ്പം മൊത്തം ഇരുട്ടി. ഇപ്പോൾ ഏകദേശം ഒരു 12:30-1 മണിയായി. രാവിലെ 7:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം പിന്നെയും രാവിലെ. അപ്പം റിസോർട്ട് ഞാൻ രാവിലെ കാണിച്ചത്. ഇവിടെ കിടിലം പൂളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുമോ എന്നറിയില്ല. കണ്ടോ, പൂളൊക്കെ ഉണ്ട്. ഞാൻ പ്രോപ്പർട്ടി നാളെ രാവിലെ കാണിക്കാം, അതാണ് നല്ലത്. ഇപ്പം ആകെ മൊത്തം ഇരുട്ട, പിന്നെ ആകെ ടയർഡായി. ഇപ്പോൾ റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് 7:30 പോകണം. അപ്പം അതിന് മുന്നേ ഞാൻ പ്രോപ്പർട്ടി കാണിച്ചു തരാം. നാളെ എന്നിട്ട് നമ്മൾ മഹാബലിപുരം പോകണം. ഇവിടുന്ന് ഒരു 2 മണിക്കൂറുണ്ട്. ഇവിടുന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ മഹാബലിപുരം പോകും. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് യാത്ര. അവിടെ എത്തിയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരു ചെറിയൊരു ഹംപി സെറ്റപ്പാണ്. ഹംപിയുടെ അത്ര വലുപ്പമില്ലെങ്കിലും ചെറുതായിട്ടൊരു ഹംപിയുടെ ടച്ചൊക്കെ ഉള്ളൊരു സ്ഥലമാണ് മഹാബലിപുരം. അപ്പോൾ നാളെ അവിടെയാണ് പോകുന്നത്. അങ്ങനെ അപ്പം ഗുഡ് നൈറ്റ്, പാക്കലാം.